ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമലയോട് സച്ചി ഇപ്പോൾ അർച്ചന ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കമലയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആരതിയുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വയ്ക്കാനാണ് അങ്ങനെ പറയുന്നതെന്നാണ് കമല പറയുന്നത്. പക്ഷേ എന്നാൽ സച്ചി പറയുന്നുണ്ടില്ല, അമ്മേ സത്യമായിട്ടും ഇപ്പോഴും അർച്ചന ജീവനോട് തന്നെയുണ്ട് എൻ്റെ കൺമുന്നിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുമ്പോൾ കമല പറയുന്നു, എവിടെ എവിടെ എൻ്റെ അച്ചുമോള്, അവൾ എവിടെയുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമല. എന്നാൽ ഒന്നും തന്നെ സച്ചി ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഗൗരി ഇപ്പോൾ ഗൂഗിളിൻ്റെ അടുത്തേക്ക് പ്രോഗ്രസ് റിപ്പോർട്ടുമായി വന്നിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ ഒപ്പ് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രണ്ട് വിഷയങ്ങൾക്ക് 2 മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗൗരിക്ക്. അതൊക്കെ സംസാരിച്ച് അവരിയ്ക്കുന്നുണ്ട്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. അച്ഛനും മോളും തമ്മിൽ ഒരുപാട് സന്തോഷത്തിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഇപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു, നാളെ ഒരു സമയത്ത് ഇവർ സ്വന്തം അച്ഛനും മകളുമല്ല എന്നുള്ള കാര്യം ഗൗരിമോൾ അറിയുമ്പോൾ മോൾക്കത് സഹിക്കാൻ കഴിയുമോ? സ്വന്തം മകളായി കരുതി ഗോകുൽ ഇത്രയും കാലം എൻ്റെ മകളെ സ്നേഹിച്ചു. ഇതിനിടയിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ അടർത്തിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. അർച്ചനയ്ക്ക് ഇപ്പോഴും അറിയില്ല ഗൗരി ഗോകുലിൻ്റെ മകൾ തന്നെയാണ് എന്നുള്ളത്. അർച്ചനയുടെ മകളെ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ പ്രോഗ്രസ് കാർഡിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ രാജീവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവിടേക്ക് അർച്ചന വരുന്നുണ്ട്. അർച്ചന കണ്ണീരൊക്കെ തുടച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് രാജീവ് കാണുന്നു. ഇത് കണ്ട് രാജീവ് ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഒരു ദിവസം കഴിയുന്തോറും എൻ്റെ പേടി കൂടി വരികയാണ്. എൻ്റെ മോളും ഗോകുലും തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അവർക്ക് തമ്മിൽ പരസ്പരം പിരിയാൻ സാധിക്കില്ല. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഒരു ദിവസം എല്ലാവരെയും അറിയിക്കേണ്ടി വരും. അന്ന് എനിക്ക് എൻ്റെ മോളെയും കൂട്ടി ഇവിടെ നിന്നും സച്ചിയുടെ അടുത്തേക്ക് പോയേ പറ്റൂ. വളർത്തച്ഛനായിട്ടുള്ള സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് ഗോകുൽ അവളെ സ്നേഹിക്കുന്നത്. പിന്നെങ്ങനെയാ ഞാൻ ഗോകുലിൽ നിന്നും അവളെ അടർത്തി മാറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നത് കേട്ടു. ഗോകുൽ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അർച്ചന വിചാരിക്കുന്നത് ഗൗരി സ്വന്തം മകളാണെന്നാണ്. അന്ന് അർച്ചന ഇറങ്ങിപ്പോയത് അവളുടെ കുഞ്ഞിനെയും കൊണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ രാജീവ് ഇപ്പോൾ മനസ്സിലാലോചിക്കുന്നു. ഗൗരി ഗോകുലിൻ്റെയും ഇസബല്ലയുടെയും മകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവരുടെ കാര്യം, അർച്ചനയുടെ കുഞ്ഞ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇവിടെയുള്ളവർ പറയേണ്ടി വരും എന്നൊക്കെ അർച്ചനയെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് രാജീവ്. ഞാൻ എന്ത് ചെയ്യും രാജീവ് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്നും പോകുന്നു. ശേഷം വീണ്ടും സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയോട് ഇപ്പോൾ കമല സംസാരിക്കുകയാണ്. കമല പറയുന്നുണ്ട്, നീ ആരതിമോളെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കള്ളത്തരം എന്നോട് പറയണമായിരുന്നോ? എൻ്റെ അച്ചുമോൾ ജീവനോടെ ഉണ്ടെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ എന്ന് വീണ്ടും കമല ചോദിക്കുന്നുണ്ട്. കമലയുടെ മനസ്സിൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും അർച്ചന വരാത്തത് കൊണ്ട് തന്നെ, അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അർച്ചന മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമലയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഉടനെ സച്ചി പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് സച്ചി പറയുമ്പോൾ, ഞാനിത് വിശ്വസിക്കണമെങ്കിൽ നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണമെങ്കിൽ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് കമല പറയുന്നു. ഉടനെ സച്ചി ഇപ്പോൾ കമലയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. സത്യം, അമ്മയുടെ അച്ചുമോള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിക്കരയുന്നുണ്ട് കമല. ബഹളം വയ്ക്കരുത്, നെഞ്ചിനുള്ളിൽ ഈ സത്യം മറച്ചു വെച്ച് നിങ്ങളുടെ മുന്നിൽ ഇത് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഇനി എനിക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ, എത്ര വർഷമായി നമ്മൾ അവളെ കാണാതെ തീ തിന്നാൻ തുടങ്ങിയിട്ട്, എന്തിനാ മറച്ചു വെച്ചത് എന്നൊക്കെ കമല ചോദിക്കുന്നു. എവിടെ എൻ്റെ കുഞ്ഞുള്ളത്? നീ എന്താ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത്? എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, വാ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. ഇപ്പോൾ എനിക്ക് അവളെ അമ്മയെ കൊണ്ടുപോയി കാണിക്കാൻ സാധിക്കില്ല. അത് അമ്മ വിചാരിക്കുന്നത് പോലെയുള്ളൊരു സാഹചര്യത്തിലല്ല അവളിപ്പോൾ മറ്റൊരു വീട്ടിൽ മറ്റൊരാളുടെ കുടുംബത്തിൽ ഭാര്യയെ ജീവിക്കുകയാണ് എന്ന് സച്ചി പറയുന്നത് കേട്ട് കമല ഞെട്ടി. ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനെ അന്ന് ആ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് സച്ചി. അങ്ങനെ ഇതെല്ലാം കേട്ട് കമല ഞെട്ടലോടെ ഇരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടി ചേർന്ന് അവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അതുകൊണ്ട് കാത്തിരുന്നേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സച്ചി ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ന്യൂസ് ചാനലിൽ വെക്കുന്നുണ്ട്. അതിലിപ്പോൾ അനിരുദ്ധൻ കൊലക്കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഗോകുലിനെ നിയമിച്ച കാര്യം പറയുന്നുണ്ട്. ആ വാർത്ത കേട്ട് ഇപ്പോൾ അവന്തിക ഒരു ഞെട്ടലോടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആരാണ് ഇപ്പോൾ ഈ കേസുകളൊക്കെ കുത്തിപ്പൊക്കി എടുക്കുന്നത്? ആരാണ് ഈ സുഗതൻ എന്നൊക്കെ ചോദിക്കുന്നു. ഇയാൾ എന്തിനാ അമ്മാവൻ്റെ കേസുമായി കോടതിയിൽ പോയത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവന്തിക.
അങ്ങനെ ലീലയും കാഞ്ചനയും വന്ന കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് അവന്തിക. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ തള്ളയും മോളും കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ലീലയും കാഞ്ചനയും ഇപ്പോൾ അവിടേക്ക് വിളിക്കുന്നുണ്ട് അവന്തിക. അമ്മായി, നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ആരാ ഈ സുഗതൻ മേനോൻ? നിങ്ങളുടെ ബന്ധുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവന്തിക. ഇത് കേട്ട് ലീല പറയുന്നുണ്ട്, ഏത് സുഗതൻ മേനോൻ? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് ലീല. ദേ, കള്ളം പറയരുത്. ബന്ധം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുമായിട്ട് അയാൾക്ക് എന്താ ബന്ധമെന്നൊക്കെ അവന്തിക ചോദിക്കുന്നു. ഇത് കേട്ട് കാഞ്ചന പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. പിന്നെ ഇതിന് അമ്മാവൻ്റെ കേസുമായി അയാൾ കോടതിയിലേക്ക് പോയതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ, കേസോ? ഏത് കേസ് മോളെ? ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് ലീല പറയുന്നു. ഏതോ ഒരു സുഗതൻ മേനോൻ അമ്മാവൻ്റെ കേസുമായി കോടതിയിൽ പോകാൻ കാര്യം എന്താണ്? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളും അയാളുമായി എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ഉടനെ ലീല പറയുന്നു, എൻ്റെ പൊന്നുമോളെ, ഞങ്ങളെ നീ വിശ്വസിക്കണം. ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ മോളുടെ കാല് പിടിക്കാനായി വന്നത്. അതിനിടയിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നവൻ്റെ തലയിൽ ഇടുത്തേ വീഴത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ലീല പറയുന്നു. എൻ്റെ ദൈവമേ, ആരാണോ ഈ ചതി ചെയ്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് ലീല പറയുന്നത്. ഞങ്ങൾ പല ദിവസങ്ങളിലും പട്ടിണിയിലായിരുന്നു, ഇങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കാഞ്ചനയും പറയുന്നു. കാഞ്ചന പറയുന്നത് വിശ്വസിക്കണം ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. ഇതിന് പിന്നിൽ നിങ്ങളാരെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ജീവനോടെ ഞാൻ രണ്ടിനെയും കുഴിച്ചു മൂടും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അവന്തിക അവരോട്. നിന്ന് മുങ്ങാതെ പോയിക്കോ എന്നും അവന്തിക പറയുന്നു. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരല്ലെങ്കിൽ പിന്നെ CA രാജീവായിരിക്കും ഇതിന് പിന്നിൽ എന്ന് മൂർത്തി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുലിനെ വിളിച്ച് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ് അവന്തിക. എനിക്ക് അത്യാവശ്യമായി ഗോകുലിനെ ഒന്ന് കാണണമെന്ന് അവന്തിക പറയുമ്പോൾ, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് ഗോകുൽ. വാലിന് തീ പിടിച്ചതുപോലെ ഒരാൾ പാഞ്ഞു വരും അവന്തിക എന്ന് ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലീലയും കാഞ്ചനയും കൂടി സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാലും അവന്തിക്ക് ഇതൊന്നും വിശ്വസിക്കില്ല. പിടിക്കപ്പെട്ടാൽ ഏത് നിമിഷവും ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും എന്നും ലീല ഇപ്പോൾ പറയുന്നുണ്ട്. സുഗതൻ മേനോൻ്റെ വരവ് എന്തായാലും ഗംഭീരമായി. അവന്തിക പുകഞ്ഞു കത്തിയത് കണ്ടില്ലേ? അയാൾ ആരാണെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ രാജീവ് സാറിനെ സമ്മതിക്കണം. നമ്മൾ പോലും അറിയാതല്ലേ കണ്ടെത്തിയത് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മൂർത്തിയും അവന്തികയും കൂടി വളരെയധികം ധൃതിപ്പെട്ട് അവിടെ നിന്നും കാറും എടുത്ത് പോകുന്നുണ്ട്. ഇതെല്ലാം മുകളിൽ നിന്ന് കാഞ്ചന നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കാഞ്ചനയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അർച്ചനയായിരുന്നു വിളിക്കുന്നത്. എന്താ, അവന്തികയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഉടനെ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി ഒന്നും പറയണ്ട, ചാനലിലെ വാർത്ത വന്നതോടുകൂടി ഇവിടെ ഭൂകമ്പമായിരുന്നു. എന്നെയും അമ്മയും തിന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊക്കെ കാഞ്ചന അർച്ചനയോട് പറയുന്നു. ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അവരിപ്പോൾ പുറത്ത് പോയിരിക്കുകയാണെന്ന് കാഞ്ചന പറയുമ്പോൾ, ഇത് നല്ലൊരു അവസരമാണ്, അവർ തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. ഈ സമയം കൊണ്ട് സിസ്റ്റത്തിൽ നിന്നും എല്ലാ വിവരങ്ങളും പെൻഡ്രൈവിൽ കോപ്പി ചെയ്യണം. എന്നിട്ട് ആ പെൻഡ്രൈവ് സേഫായി സൂക്ഷിക്കണമെന്നും ഇനി സമയം കളയേണ്ട, പെട്ടെന്നാവട്ടെ, ഇത് കഴിഞ്ഞാലുടൻ എന്നെ വിളിക്കണമെന്നും അർച്ചന ഇപ്പോൾ കാഞ്ചനയോട് ഫോണിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക പുറത്തേക്ക് പോയ സമയം അവന്തികയുടെ ആ ലാപ്ടോപ്പിൽ ലോക്കൊക്കെ അഴിച്ച് കാഞ്ചന ഒരു അതിൽ പരിശോധിക്കുന്നു. എന്നിട്ട് അതിലെ വിവരങ്ങൾ കുറേയൊക്കെ പെൻഡ്രൈവിലേക്ക് പകർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തിക ഗൂഗിളിനെ കാണാനായി വീട്ടിലെത്തിയിരിക്കുകയാണ്. സമൃദ്ധ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവന്തിക. ഗൂഗിൾ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് അവന്തിക ഗൂഗിളിനോട് പറയുമ്പോൾ, നിങ്ങൾ സംസാരിക്കാൻ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു ശോഭന ഇപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനായി ആരോ ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല, അത് മടങ്ങിപ്പോയ അധ്യായമാണ് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. പക്ഷേ തീർപ്പാക്കാനുള്ള ചില കണക്കുകളുണ്ടെങ്കിലോ അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ എന്ന് ഗോകുൽ ചോദിക്കുന്നു. എനിക്ക് വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അവന്തിക പറയുന്നുണ്ട്. വീണ്ടും കാഞ്ചനയാണ് കാണിക്കുന്നത്. കാഞ്ചന ഈ സമയം കൊണ്ട് തന്നെ പെൻഡ്രൈവിൽ പരമാവധി വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഗോകുലിനെ കാണിക്കുന്നു. ഗോകുൽ ഇപ്പോൾ ഒരു ഫയലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവന്തികയുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. എനിക്കെന്നല്ല, ഒരു വക്കീലിനും നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല, പിന്നെന്താ പറയുന്നത് എന്നൊക്കെ ഗോകുൽ. എന്നെ സഹായിക്കാൻ ഗോകുലിന് കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവന്തിക. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, നോ, ഈ കാര്യത്തിൽ സർക്കാർ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഞാൻ. പ്രതിഭാഗത്തു നിന്നുള്ള നിങ്ങൾ എന്നെ കാണാൻ വന്നത് തന്നെ തെറ്റാണ്. സോറി, ഐ ആം വെരി സോറി എന്ന് ഗോകുൽ പറയുന്നു. കോടതി നിയമം ഞാൻ ആദ്യമായി കാണുകയല്ലോ. ഈ കേസ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഗോകുലിനെ പിന്മാറിക്കൂടെ? അതൊരു സഹായമാണ് എന്ന് അവന്തിക പറയുന്നു. ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തുകൂടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഇല്ല, പറ്റില്ല എന്ന് തന്നെ ഗോകുൽ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.